അനന്തമായ ആകാശസീമയിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുമ്പോൾ ഓരോന്നിനും പറയാൻ ഓരോ കഥകളുണ്ട്. എന്നാൽ ധനുരാശിയുടെ ഹൃദയഭാഗത്ത് ശുക്രന്റെ ലാവണ്യവും വ്യാഴത്തിന്റെ ജ്ഞാനവും ഒത്തുചേരുന്ന ഒരിടമുണ്ട്, പൂരാടം. വെറുമൊരു നക്ഷത്രമല്ല പൂരാടം, അതൊരു പ്രവാഹമാണ്. തടസ്സങ്ങളെ തച്ചുടച്ചു മുന്നേറുന്ന ആഴക്കടലിന്റെ നിഗൂഢതകളും അരുവിയുടെ നൈർമല്യവും ഒരുപോലെ നെഞ്ചിലേറ്റുന്ന ഒരു മഹാപ്രവാഹം. ജ്യോതിഷത്തിന്റെ താളുകളിൽ പൂരാടമെന്ന പേരിന് ആദ്യത്തെ വിജയി എന്നാണ് അർത്ഥം. തോൽക്കാൻ മനസ്സില്ലാത്തവരും വീണിടത്തു നിന്നും 10 മടങ്ങ് കരുത്തോടെ ഉയർത്തെഴുന്നേൽക്കുന്നവരുമാണ് ഈ നക്ഷത്രക്കാർ. എന്തുകൊണ്ടാണ് പൂരാടം നക്ഷത്രക്കാർ സമൂഹത്തിൽ എപ്പോഴും ഒരു പടി മുന്നിൽ നിൽക്കുന്നത്? എന്താണ് അവരുടെ പരാജയപ്പെടാത്ത മനസ്സിന് പിന്നിലെ രഹസ്യം? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയുള്ള യാത്ര ഒരു നദിയുടെ ഉത്ഭവം തേടിയുള്ള യാത്ര പോലെ കൗതുകകരമാണ്. ഈ നക്ഷത്രത്തിന്റെ അതിദേവത ജലദേവതയാണ്. ജലം മൃദുവാണ്, എന്നാൽ പാറയെ പോലും അലിയിച്ചു കളയാൻ ശേഷിയുള്ള കരുത്താണത്. പൂരാടം നക്ഷത്രക്കാരും അങ്ങനെ തന്നെയാണ്. പുറമേ ശാന്തരായി കാണപ്പെടുമ്പോഴും ഉള്ളിൽ അടങ്ങാത്ത ലക്ഷ്യബോധവും ഊർജവും അവർ സൂക്ഷിക്കുന്നു. ഈ നക്ഷത്രത്തിന്റെ പ്രതീകമായ മുറം ജീവിതത്തിന്റെ വലിയൊരു തത്വശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു. ധാന്യത്തിൽ നിന്നും പതിരിനെ വേർതിരിക്കുന്നത് പോലെ ജീവിതത്തിലെ അനാവശ്യമായ ബഹളങ്ങളിൽ നിന്ന് സത്യത്തെയും വേർതിരിച്ചെടുക്കാൻ ഇവർക്കുള്ള കഴിവ് അദ്വിതീയമാണ്. ലോകം മുഴുവൻ ഒരു കാര്യത്തിന് പിന്നാലെ പായുമ്പോൾ അതിലെ ശരിയും തെറ്റും വിവേചിച്ചറിയാൻ പൂരാടം നക്ഷത്രക്കാർക്ക് സാധിക്കുന്നു. സൗന്ദര്യത്തിന്റെയും ഭൗതിക സുഖങ്ങളുടെയും ഗ്രഹമായ ശുക്രനാണ് പൂരാടത്തിന്റെ അധിപൻ. അതേസമയം ആത്മീയതയുടെയും വിവേകത്തിന്റെയും ഗ്രഹമായ വ്യാഴത്തിന്റെ രാശിയിലാണ് ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ വൈരുദ്ധ്യം തന്നെയാണ് പൂരാടം നക്ഷത്രക്കാരെ ലോകത്തിൽ വ്യത്യസ്തരാക്കുന്നത്. ഒരേ സമയം അവർക്ക് ആഡംബരങ്ങളോട് പ്രിയമുണ്ടാകും, അതോടൊപ്പം തന്നെ ജീവിതത്തിന്റെ അർത്ഥം തേടിയുള്ള ആത്മീയമായ അന്വേഷണവും ഉണ്ടാവും. പൂരാടത്തെക്കുറിച്ച് ആരും പറയാത്ത ചില രഹസ്യങ്ങളുണ്ട്. പലപ്പോഴും അഹങ്കാരികളെന്ന് മുദ്രകുത്തപ്പെടുന്ന ഇവർക്ക് പിന്നിൽ അദൃശ്യമായ ഒരു ഏകാന്തതയുണ്ട്. ആൾക്കൂട്ടത്തിനിടയിലും തനിയെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന, ആരും കാണാത്ത നോവുകൾ ഉള്ളിലൊളിപ്പിക്കുന്ന ഒരു പൂരാടം ഓരോ വ്യക്തിയിലും ഉണ്ടാകും. അസാമാന്യമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും പ്രിയപ്പെട്ടവരാൽ അംഗീകരിക്കപ്പെടാൻ കൊതിക്കുന്ന ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സും ഇവർക്കുണ്ട്. തങ്ങളുടെ ബലഹീനതകൾ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്ത ഈ അപരാജിതർ ഉള്ളിലൊളിപ്പിക്കുന്ന രഹസ്യങ്ങൾ പലപ്പോഴും അവരുടെ ജീവിത പങ്കാളിക്ക് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. ഈ വീഡിയോയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത് പൂരാടം നക്ഷത്രക്കാരുടെ അറിയാക്കഥകളിലേക്കും അവരുടെ സ്വഭാവത്തിലെ സങ്കീർണതകളിലേക്കും ആ നക്ഷത്രം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന അപൂർവ രഹസ്യങ്ങളിലേക്കുമാണ്. ജീവിതത്തിന്റെ കനൽപഥങ്ങളിലൂടെ നടക്കുമ്പോഴും വാടാത്ത പുഞ്ചിരിയോടെ ലോകത്തെ നേരിടുന്ന പൂരാടം നക്ഷത്രക്കാരുടെ യഥാർത്ഥ സ്വത്വം നമുക്കിവിടെ അനാവരണം ചെയ്യാം. ഭാരതീയ ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ 20ാമത്തെ നക്ഷത്രമാണ് പൂരാടം. ധനുരാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ നക്ഷത്രം ശുക്രന്റെ ആധിപത്യമുള്ളതും വ്യാഴത്തിന്റെ രാശിയിൽ വരുന്നതുമാണ്. പൂർവഷാഢ എന്ന സംസ്കൃത നാമത്തിൽ നിന്നാണ് പൂരാടം എന്ന പേരുണ്ടായത്. ആദ്യത്തെ വിജയി അല്ലെങ്കിൽ പരാജയപ്പെടാത്തവൻ എന്നാണ് ഈ പേരിന്റെ അർത്ഥം. ജലം ദേവതയായുള്ള ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ പലപ്പോഴും ഒരു നദിയെ പോലെയാണ്. ശാന്തമാണെങ്കിലും പ്രബലം, തടസ്സങ്ങളെ തട്ടിമാറ്റി ഒഴുകുന്ന പ്രകൃതം. സമൂഹത്തിൽ പൂരാടം നക്ഷത്രക്കാർ എപ്പോഴും വേറിട്ട് നിൽക്കുന്നത് അവരുടെ ആത്മവിശ്വാസം കൊണ്ടാണ്. തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇവർക്ക് തികഞ്ഞ ബോധ്യമുണ്ടാകും. തോൽക്കാൻ ഇവർക്ക് മടിയാണ്. ഒരു ലക്ഷ്യം നിശ്ചയിച്ചാൽ അത് നേടിയെടുക്കാൻ ഏതറ്റം വരെയും ഇവർ പോകും. അപരാജിതൻ എന്ന വാക്ക് ഇവരെ സംബന്ധിച്ച് അന്വർത്ഥമാണ്. ശുക്രന്റെ സ്വാധീനമുള്ളതിനാൽ ഇവർക്ക് നല്ല സൗന്ദര്യവും ആകർഷണീയമായ പെരുമാറ്റവും ഉണ്ടാകും. മറ്റുള്ളവരെ വശീകരിക്കാനുള്ള സംസാര ശൈലി ഇവരുടെ പ്രത്യേകതയാണ്. വ്യാഴത്തിന്റെ രാശിയിലായതിനാൽ ഇവർക്ക് സ്വാഭാവികമായ ജ്ഞാനമുണ്ടാകും. കാര്യങ്ങൾ ആഴത്തിൽ വിശകലനം ചെയ്യാനും ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിക്കാനും ഇവർ മിടുക്കരാണ്. എന്തു വന്നാലും സത്യം പറയാൻ മടിക്കാത്തവരാണ് ഇവർ. അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് പരുഷമായി തോന്നാമെങ്കിലും സത്യസന്ധതയിൽ ഇവർ വിട്ടുവീഴ്ച ചെയ്യില്ല. പൂരാടം നക്ഷത്രത്തെക്കുറിച്ച് പലർക്കും അറിയാത്ത ചില പുരാണ രഹസ്യങ്ങളുണ്ട്. ദേവാസുര യുദ്ധകാലത്ത് അസുരന്മാരെ പോലും ഭയപ്പെടുത്തിയിരുന്ന ഒരു ഊർജമായി ഈ നക്ഷത്രത്തെ കരുതിയിരുന്നു. അപരാജിത എന്ന ദേവീ രൂപവുമായി പൂരാടത്തിന് ബന്ധമുണ്ട്. ഒരിക്കലും പരാജയപ്പെടാത്ത യുദ്ധദേവതയായി ഇവർ ആരാധിക്കപ്പെടുന്നു. മറ്റൊരു കഥ ജലദേവതയായ അപ്പസിനെ കുറിച്ചാണ്. പ്രപഞ്ചത്തിലെ സർവ്വ ചൈതന്യവും ജലത്തിലാണ് അടങ്ങിയിരിക്കുന്നതെന്ന് വേദങ്ങൾ പറയുന്നു. പൂരാടം നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരുടെ മനസ്സിലെ അഴുക്കുകൾ കഴുകിക്കളയാനും അവരെ ശുദ്ധീകരിക്കാനുമുള്ള ഒരുതരം ആത്മീയമായ ഊർജമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് പഴയകാലത്ത് രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ പൂരാടം നക്ഷത്രക്കാരുടെ അനുഗ്രഹം തേടിയിരുന്നത്. ഒരാൾക്കൂട്ടത്തിൽ പൂരാടം നക്ഷത്രക്കാരെ തിരിച്ചറിയാൻ എളുപ്പമാണ്. അവർ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാണെങ്കിലും എപ്പോഴും അവരുടെ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കും. ഇവർ ഒരിക്കലും ഒരു അനുഗാമിയാകാൻ ആഗ്രഹിക്കില്ല. ഒരു സ്ഥാപനത്തിലായാലും കുടുംബത്തിലായാലും നിയന്ത്രണം തങ്ങളുടെ കയ്യിലായിരിക്കണമെന്ന് ഇവർക്ക് നിർബന്ധമുണ്ട്. ആരുടെയും അനാവശ്യ നിയന്ത്രണങ്ങൾ ഇവർ അംഗീകരിക്കില്ല. സ്വന്തം വഴി വെട്ടിത്തെളിക്കാനാണ് ഇവർക്കിഷ്ടം. സംഗീതം, സാഹിത്യം, അഭിനയം തുടങ്ങിയ മേഖലകളിൽ പൂരാടം നക്ഷത്രക്കാർ തിളങ്ങുന്നു. ശുക്രൻ നൽകുന്ന കലാവാസനയും വ്യാഴം നൽകുന്ന ഭാവനയും ഇവരെ മികച്ച കലാകാരന്മാരാക്കുന്നു. ഏതൊരു നാണയത്തിനും 2 വശങ്ങളുള്ളതുപോലെ പൂരാടം നക്ഷത്രക്കാർക്കും ഗുണദോഷങ്ങളുണ്ട്.
എത്ര വലിയ പ്രതിസന്ധിയിലും ഇവർ പതറാതെ കാത്തിരിക്കും. ജലം പാറയെ തുറക്കുന്നത് പോലെ നിരന്തരമായ പരിശ്രമത്തിലൂടെ ഇവർ വിജയം വരിക്കും. സഹായം ചോദിച്ചു വരുന്നവരെ ഇവർ കൈവിടില്ല. തന്റെ കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ ഇവർക്ക് സന്തോഷമേയുള്ളൂ. സൗഹൃദത്തിലായാലും പ്രണയത്തിലായാലും ഇവർ അങ്ങേയറ്റം വിശ്വസ്തരായിരിക്കും. താൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന വാശി പലപ്പോഴും ഇവരെ അഹങ്കാരികളായി ചിത്രീകരിക്കാൻ ഇടയാക്കും. തങ്ങൾക്കെല്ലാം അറിയാമെന്ന ഭാവം ചിലപ്പോൾ വലിയ അബദ്ധങ്ങളിൽ എത്തിച്ചേക്കാം. പുറമെ ശാന്തരാണെങ്കിലും ഉള്ളിൽ അഗ്നിപർവ്വതം പോലെ ദേഷ്യം സൂക്ഷിക്കുന്നവരാണ് ഇവർ. ഒരിക്കൽ പിണങ്ങിയാൽ അവരെ തിരിച്ചു കൊണ്ടുവരിക പ്രയാസമാണ്. ആഡംബര ജീവിതത്തോടുള്ള താല്പര്യം കാരണം പണം അനാവശ്യമായി ചെലവഴിക്കാൻ ഇവർക്ക് മടിയില്ല. പൂരാടം നക്ഷത്രത്തെക്കുറിച്ച് അധികം ചർച്ച ചെയ്യപ്പെടാത്ത ചില രഹസ്യങ്ങളുണ്ട്. പുറമെ എപ്പോഴും സന്തോഷവാന്മാരായി കാണപ്പെടുമെങ്കിലും പൂരാടം നക്ഷത്രക്കാരുടെ മനസ്സിൽ ആരും അറിയാത്ത ഒരു വിങ്ങൽ ഉണ്ടാകാറുണ്ട്. അത് പലപ്പോഴും അവരുടെ പൂർവ്വകാലത്തെക്കുറിച്ചോ നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തെക്കുറിച്ചോ ആകാം. ഇവർക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. ഒരാളെ കാണുമ്പോൾ തന്നെ അയാളുടെ സ്വഭാവം മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കും. പുതിയ സാഹചര്യങ്ങളുമായി പെട്ടെന്ന് ഇണങ്ങാൻ ഇവർക്ക് മടിയാണ്. എന്നാൽ ഒരിക്കൽ ഇണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉറച്ചു നിൽക്കും. സാമൂഹിക ജീവിയാണെങ്കിലും ഇടയ്ക്കിടെ ഇവർക്ക് തനിയെ ഇരിക്കാൻ ആഗ്രഹം തോന്നും. സ്വന്തം ആത്മാവുമായി സംവദിക്കാൻ ഇവർ ഏകാന്തത തിരഞ്ഞെടുക്കുന്നു. പൂരാടം നക്ഷത്രക്കാർക്ക് ഭരണനിർവഹണം, നിയമം, രാഷ്ട്രീയം, വൈദ്യശാസ്ത്രം, വിദേശ വ്യാപാരം എന്നീ മേഖലകളിൽ തിളങ്ങാൻ സാധിക്കും. പണം കൈകാര്യം ചെയ്യുന്ന ജോലികളിലും ഇവർ മിടുക്കരാണ്. എഴുത്തുകാർ, പ്രഭാഷകർ എന്നീ നിലകളിലും ഇവർ ശ്രദ്ധിക്കപ്പെടും. പ്രണയത്തിന്റെ കാര്യത്തിൽ ഇവർ അല്പം കണിശക്കാരാണ്. തങ്ങളെ മനസ്സിലാക്കുന്ന, ബഹുമാനിക്കുന്ന പങ്കാളിയെ മാത്രമേ ഇവർ സ്വീകരിക്കൂ. പങ്കാളിയിൽ നിന്ന് പൂർണ്ണമായ സമർപ്പണം ഇവർ ആഗ്രഹിക്കുന്നു. കുടുംബത്തിനു വേണ്ടി എന്തും സഹിക്കാൻ ഇവർ തയ്യാറാണ്. മാതാപിതാക്കളോടും മക്കളോടും അമിതമായ സ്നേഹം ഇവർ വച്ചു പുലർത്തുന്നു. എന്നാൽ വീട്ടിലെ കാര്യങ്ങളിൽ സ്വന്തം തീരുമാനം നടപ്പിലാക്കണമെന്ന വാശി ചിലപ്പോൾ തർക്കങ്ങൾക്ക് കാരണമായേക്കാം. ജീവിതത്തിന്റെ ആദ്യകാലങ്ങളിൽ ഇവർക്ക് ഒട്ടേറെ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരാറുണ്ട്. പൂരാടം പിറന്നാൽ 100 ആടം വേണം എന്നൊരു ചൊല്ല് തമിഴിലുണ്ട്. ഇത് ഇവരുടെ ചെലവുകളെയും ജീവിതത്തിലെ പ്രതിസന്ധികളെയും സൂചിപ്പിക്കുന്നു. മധ്യവയസ്സിന് ശേഷമാണ് ഇവരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാകുന്നത്. ശത്രുദോഷം ഇവരെ വിടാതെ പിന്തുടരാറുണ്ട്. പക്ഷേ തന്റെ ബുദ്ധിശക്തി കൊണ്ട് അവയെല്ലാം മറികടക്കാൻ ഇവർക്ക് സാധിക്കും. പൂരാടം നക്ഷത്രം ഭൗതിക സുഖങ്ങൾക്കും ആത്മീയതയ്ക്കുമിടയിലുള്ള ഒരു പാലമാണ്. തുടക്കത്തിൽ സുഖലോലുപതയിൽ താല്പര്യം കാണിക്കുമെങ്കിലും പ്രായമാകും തോറും ഇവർ ആത്മീയ ചിന്തകളിലേക്ക് തിരിയും. താൻ എന്തിനാണ് ജനിച്ചതെന്ന ചോദ്യം ഇവരെ നിരന്തരം വേട്ടയാടും. തീർത്ഥാടനങ്ങളും ധ്യാനവും ഇവരുടെ മനസ്സിന് വലിയ സമാധാനം നൽകും. പൂരാടം നക്ഷത്രക്കാർക്ക് തങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കാവുന്നതാണ്. ജലം വെറുതെ പാഴാക്കാതിരിക്കുക. നദികളിലോ കുളങ്ങളിലോ പോയി സമയം ചെലവഴിക്കുന്നത് ഇവർക്ക് പോസിറ്റീവ് ഊർജ്ജം നൽകും. വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മിയെ ആരാധിക്കുന്നത് ഐശ്വര്യം നൽകും. എല്ലാം എനിക്കറിയാമെന്ന ഭാവം ഉപേക്ഷിച്ച് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടി കേൾക്കാൻ ശീലിക്കുക. വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങളോ ഭക്ഷണമോ പാവപ്പെട്ടവർക്ക് നൽകുന്നത് ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. പൂരാടം നക്ഷത്രം എന്നത് ശക്തിയുടെയും സൗന്ദര്യത്തിന്റെയും ജ്ഞാനത്തിന്റെയും അപൂർവ സംഗമമാണ്. തോൽക്കാൻ മനസ്സില്ലാത്ത പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിടുന്ന ഇവർ ലോകത്തിന് മാതൃകയാണ്. ജലത്തെ പോലെ അവർക്ക് തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. പക്ഷേ ഒടുവിൽ അവർ ലക്ഷ്യസ്ഥാനമായ സമുദ്രത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. തങ്ങളുടെ അഹംഭാവത്തെ നിയന്ത്രിച്ച് വിവേകത്തോടെ പ്രവർത്തിച്ചാൽ പൂരാടം നക്ഷത്രക്കാരേക്കാൾ വലിയ വിജയികൾ വേറെയുണ്ടാകില്ല. അവരുടെ ജീവിതം ഒരു പ്രവാഹമാണ്. ശുദ്ധമായ, ശക്തമായ, അജയ്യമായ ഒരു പ്രവാഹം.